ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, ETF-ൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ 10 ETF-കൾ. എന്നാൽ ഞാനിതിൽ 10-ൽ കൂടുതൽ ETF-കൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് ETF എന്നൊന്നും ഞാൻ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നില്ല. മ്യൂച്വൽ ഫണ്ടിന് പകരമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സെക്യൂരിറ്റിയാണ് ETF എന്ന് പറയാം കേട്ടോ. ബിഗിനേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. മ്യൂച്വൽ ഫണ്ട് പോലെ അങ്ങ് കണക്കാക്കിയാൽ മതി. എന്നാൽ ETF-ൽ എന്നും ട്രേഡ് ചെയ്യാൻ പറ്റും. ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം. മ്യൂച്വൽ ഫണ്ടിൽ അത് നിർബന്ധമില്ല. ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു വൈറ്റ് കളറിലുള്ള കോളമില്ലേ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ETF-കളുടെയൊക്കെ ഷോർട്ട് ഫോം. ഇത് നേരെ അങ്ങോട്ട് സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സ്റ്റോക്കൊക്കെ ബൈ ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. ഒരു സ്റ്റോക്ക് പോലെ തന്നെ ഇത് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി മേടിക്കാം. SIP ഒന്നും ചെയ്യണം നിർബന്ധമില്ല. ആവശ്യമുള്ളപ്പോൾ മേടിക്കാം, ആവശ്യമുള്ളപ്പോൾ വിൽക്കാം. മാർക്കറ്റ് ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ETF. എന്നാൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ട് ETF-ഉം തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ആദ്യം ഈ ബോക്സുകൾ ഒന്ന് പരിചയപ്പെടുത്താം, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫയൽ ആവശ്യമുണ്ടാകും കേട്ടോ, എൻ്റെ ഡേറ്റ ആവശ്യമുണ്ടാകും. ഇതൊരു എക്സൽ ഷീറ്റാണ്. അതിൽ ഞാൻ വേണ്ട മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന സെബി രജിസ്റ്റേർഡ് ഫേമിന് ഒരു ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട്, അതുപോലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആ ഗ്രൂപ്പിലില്ല എങ്കിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ പച്ച കളറിൽ കാണാം അല്ലേ, ഇത് പച്ച കളറുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ കളറും ഉണ്ട്. ഈ ബ്ലൂ കളർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ETF-കളാണ് ബ്ലൂ കളർ കേട്ടോ. എന്നാൽ പച്ച കളർ അങ്ങനെയല്ല, നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സുകളുടെ ETF ആണ്. എന്തിനാണ് ഞാൻ ഈ കളർ മാറ്റി കൊടുത്തതെന്ന് വെച്ചാൽ, ക്യാപിറ്റൽ കുറഞ്ഞവർ വേണമെങ്കിൽ ഈ ഗ്രീൻ പച്ച സെലക്ട് ചെയ്താൽ മതി. പച്ച നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് അപ് ട്രെൻഡിലാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിഫ്റ്റി അപ്പിലാകുമ്പോൾ നമുക്കിതിൽ പ്രോഫിറ്റ് കിട്ടും. എന്നാൽ ഈ ബ്ലൂ അങ്ങനെയല്ല. ബ്ലൂവിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ റിസ്ക്കും കൂടുതലായിരിക്കും. ഇത് ഏതെങ്കിലും ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം മാർക്കറ്റിൽ ഏതെങ്കിലുമൊക്കെ സെക്ടർ എല്ലാ കാലത്തും പെർഫോം ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇനി വരുന്ന മാസങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറുകൾ നമ്മൾ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, ഇനി അങ്ങോട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറിൽ പെട്ട ETF-കളാണ് ഈ ബ്ലൂ കളറിലുള്ളത്. ക്യാപിറ്റൽ കുറഞ്ഞവരിത് പരിഗണിക്കണം എന്നില്ല, പരിഗണിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഗ്രീനും കൂടെയും പരിഗണിക്കുക. ഏതാണ്ട് 10-15 ETF-കൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ലാഗാകുന്നു എന്ന് പറയുന്നവർ ഈ വീഡിയോ കാണേണ്ടതില്ല കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്ക്. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ ബിഗിനേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പോൾ ETF എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളത് ഇത്രയും ഷോർട്ടായിട്ട് പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ പേടിച്ചാൽ. അത് വേണമെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ലാഗാണ്, ലെങ്തിയാണ് എന്നൊക്കെ പറയുന്നവർ കാണേണ്ടതില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്നവന് ഗുണം കിട്ടണം, അവർക്കത് മനസ്സിലാകണം. എന്നാലാണ് എനിക്ക് ആ ഒരു സന്തോഷം കിട്ടുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ETF-ൻ്റെ വീഡിയോ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വളരെ നേരമെടുത്ത് ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് അത് സോർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഇരുന്നാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ചെയ്യുന്നത് 30/8 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഏകദേശം ഒരു ദിവസത്തെ പണിയുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുന്നവന് പ്രയോജനം കിട്ടണ്ടേ. ഇതെങ്ങനെയാണ് വാങ്ങുന്നതെന്ന് വരെ ഞാൻ പറഞ്ഞു. ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് അത് വാങ്ങാം. സ്ക്രീനിൽ ഞാനത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ലെങ്തി ഉള്ളവർ കാണണമെന്നില്ല, ഒരു നിർബന്ധവും ഇല്ല. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നമ്മൾ ഏറ്റവും മുകളിലത്തെ പാനലിലേക്ക് പോയി. ഇവിടെ ഷോർട്ട് ഫോം എന്ന് എഴുതിയേക്കുന്നത് കണ്ടില്ലേ. ഈ ഷോർട്ട് ഫോം അടിച്ചു കൊടുത്താലേ ഈ ETF നമുക്ക് കിട്ടുള്ളൂ. സ്റ്റോക്ക് വാങ്ങുന്ന പോലെ വാങ്ങാം. ഈ നെയിം എന്നുള്ളിടത്ത് ഈ ETF-ൻ്റെ ഫുൾ ഫോമാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അതുപോലെ ക്ലോസിംഗ് പ്രൈസ് എന്നുള്ളിടത്ത് 29-ാം തീയതി 29/8/2024 ക്ലോസ് ചെയ്ത പ്രൈസാണിത്. വീഡിയോ ചെയ്യുന്നത് 30-ാം തീയതിയാണ്. നിങ്ങൾ കാണുന്നതും 30-ാം തീയതി ആയിരിക്കും. ലേറ്റായിട്ട് കാണുന്നവരും ഉണ്ടാകാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡേറ്റ് പറഞ്ഞത്. അതുപോലെ ഇവിടെ ഒരു ബോക്സ് കാണാം, 1 ഇയർ റിട്ടേൺ വേഴ്സസ് നിഫ്റ്റി. നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനം കൂടുതൽ റിട്ടേൺ കിട്ടി, എത്ര ശതമാനം കുറവ് റിട്ടേൺ കിട്ടി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഫണ്ട് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 23% കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ റിട്ടേൺ എത്രയാണ്? ഇപ്പോഴത്തെ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ റിട്ടേൺ 30%. അതായത് 1 ഇയർ റിട്ടേൺ. അപ്പോൾ
ഈ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഈ ഒരു മോ ഹെൽത്ത് എന്ന് പറയുന്ന ETF-ന് ഈ 30% പ്ലസ് 23%, ടോട്ടൽ 53% റിട്ടേൺ ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഈ ബോക്സിൽ കാണാൻ പറ്റും. കണ്ടില്ലേ, 1 ഇയർ റിട്ടേൺ 53%. ഇപ്പോൾ 1 ഇയർ റിട്ടേൺ വേഴ്സസ് നിഫ്റ്റി എന്നുള്ള ഈ ഫിഗർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ETF ഈ കഴിഞ്ഞ 12 മാസം കൊണ്ട് നമുക്ക് 53% റിട്ടേൺ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ബോക്സിൽ 1 മന്ത് റിട്ടേൺ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറയാം. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ഫണ്ട്, ഒരു മാസമായിട്ട് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ഫണ്ട് ഇനി അങ്ങോട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ സെക്ടർ ആയിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്ടർ നോക്കുമ്പോൾ നമുക്ക് ഫാർമ സെക്ടറും IT സെക്ടറുമൊക്കെ ഈ മാസം കൂടുതൽ പെർഫോം ചെയ്തതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ അടുത്ത ഒരു വർഷം ഈ സെക്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ETF ആണ്. എല്ലാ മാസവും നമുക്ക് ഈ ഒരു ഡേറ്റ എടുത്ത് സ്റ്റഡി ചെയ്യാം. എല്ലാ മാസവും ഞാൻ ETF-ൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അതനുസരിച്ചിട്ട് നമുക്ക് ETF-കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യാം, എപ്പോൾ വേണേലും വാങ്ങാലോ. ഞാൻ ഓൾറെഡി ഈ പറയുന്ന ഫാർമയും IT ഒക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടും കൂടെ അതൊന്ന് പങ്കുവെക്കണം. അതുപോലെ തന്നെ അടുത്ത മാസം സെക്ടർ ഏതെങ്കിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലും ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ETF ഏതാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാം. CPSE എന്ന് പറയുന്ന ETF ആണ്. ഗവൺമെൻറ് കമ്പനികളാണത്. ഇതാണ് CPSE ETF. ഇതിൻ്റെ ഷോർട്ട് ഫോം ഇങ്ങനെ തന്നെയാണ്, ഇതിൻ്റെ ശരിക്കുമുള്ള പേരും ഇങ്ങനെ തന്നെയാണ്. 103 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റീൻ്റെ റിട്ടേണിനെ അപേക്ഷിച്ചിട്ട് 83% കൂടുതൽ റിട്ടേൺ ഈ CPSE ETF തന്നു. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ റിട്ടേൺ എത്രയാണ്? 83 പ്ലസ് 30, 113%. 113%. നമുക്ക് അതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 113%. 1 മന്ത് റിട്ടേൺ എന്ന് പറയുന്നത് 0 ഒരു വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടി എന്ന് കരുതിയിട്ട് ഇനി അങ്ങോട്ട് റിട്ടേൺ കിട്ടണമെന്നില്ല. അതാണ്, ഒരു മാസമായിട്ട് ഇതിന് റിട്ടേൺ ഒന്നുമില്ല, 0 റിട്ടേൺ ആണ്. അതായത് ഈ ഒരു സെക്ടർ പെർഫോം ചെയ്യുന്നില്ല. ഇത് പെർഫോം ചെയ്തില്ല പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 മന്ത് റിട്ടേണിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്ന സെക്ടറുകൾ ഏതൊക്കെയാണ്? 1 ഫാർമ സെക്ടർ, 2 IT സെക്ടർ, ഇനി അങ്ങ് വരുന്നുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ മുകളിലത്തെ ഈ കോളംസ് ആണ്. അത് വിശദമായി മനസ്സിലായി. ഇനി 1 മന്ത് റിട്ടേൺ വേഴ്സസ് നിഫ്റ്റിയുമായിട്ടുള്ള റിട്ടേൺ. ഒരു മാസത്തെ നിഫ്റ്റിയുടെ റിട്ടേൺ ഏതാണ്ട് 1% ഈ കഴിഞ്ഞ മാസത്തെ. ഇപ്പോൾ റണ്ണിങ് ഏതാണ്ട് 1%. എന്നാൽ ഇതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഫണ്ട്, അതായത് ഇതൊരു ഫാർമ ഫണ്ടാണ്, അതിൻ്റെ റിട്ടേൺ 7%. അപ്പോൾ ഇവിടെ ആ ഒരു റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും. 6% എന്നുള്ളത് നിഫ്റ്റിയുടെ 1% റിട്ടേൺ പ്ലസ് ഈ ഫണ്ടിൻ്റെ 6% റിട്ടേൺ. അങ്ങനെയല്ല അല്ലേ, ഈ ഫണ്ടിന് 6% അല്ല, ഈ ഫണ്ടിന് 7% റിട്ടേൺ ഉണ്ട്. എന്നാൽ നിഫ്റ്റിക്ക് 1% റിട്ടേൺ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് +6 ആണ്. അതായത് 6% കൂടുതൽ റിട്ടേൺ, നിഫ്റ്റിയുമായിട്ട് 6% കൂടുതൽ റിട്ടേൺ ഈ ഒരു ഫണ്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫണ്ടിൻ്റെ 1 ഇയർ റിട്ടേൺ നമ്മൾ കണ്ടു, അതാണ് ഈ ഒരു ബോക്സ്. ഇനി 5 ഇയർ CAGR. ഈ 5 ഇയർ CAGRൽ എല്ലാത്തിലും ഡേറ്റകൾ കാണുന്നില്ല. ഈ 5 ഇയർ CAGR എന്ന് പറയുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെ CAGR അല്ലെങ്കിൽ കാഗർ എന്ന് പറയില്ല, കാൽക്കുലേറ്റിൽ, അതാണ്. ഇതിൽ പലതിലും ഡേറ്റ ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ പല ETF-കളും 5 വർഷം ആയിട്ടില്ല വന്നിട്ട്, അതുകൊണ്ടാണ് ഡേറ്റ ഇല്ലാത്ത കേട്ടോ. കുറച്ച് എണ്ണത്തിൽ ഡേറ്റയുണ്ട്, കുറച്ച് എണ്ണത്തിൽ ഡേറ്റയില്ല. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ 1 വീക്ക് റിട്ടേൺ കണ്ടോ. ഈ 1 വീക്ക് സ്റ്റഡി ചെയ്തു കേട്ടോ. അതായത് ഒരു സെക്ടർ ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പം ആദ്യത്തെ ഈ ഒരു വീക്ക് ചേഞ്ച് ചെയ്തേക്കാം. പക്ഷേ നമ്മൾ ഒരു മാസത്തെ എടുക്കുന്നുണ്ട്, ഒരു വീക്കിലി എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏത് സെക്ടറാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് ഏകദേശം നമുക്കൊരു സ്റ്റഡി ചെയ്യാൻ പറ്റും. അത് 100% അക്യുറസി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഈ പലതിലും നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കത് മതി. ETF ആണല്ലോ. നെഗറ്റീവ് റിട്ടേൺ മാർക്കറ്റ് താഴേക്ക് പോയാൽ അതിനുള്ള സാധ്യതയുണ്ട്. ഈവൻ മാർക്കറ്റ് മൂവ് ചെയ്യാതിരിക്കുമ്പോഴോ ചെറിയ രീതിയിൽ താഴേക്ക് പോകുമ്പോഴോ ചില സെക്ടറുകൾ മുകളിലേക്ക് പോകും. അപ്പോൾ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ 1 വീക്ക് റിട്ടേണും അതുപോലെ തന്നെ 1 മന്ത് റിട്ടേണും ഒക്കെ നമുക്ക് എടുത്ത് അനലൈസ് ചെയ്യാം. ഇത് 6 മന്ത് റിട്ടേൺ ആണ്. വെറുതെ ഞാനൊരു ബോക്സ് കൊടുത്തു എന്നുള്ളൂ. 6 മാസത്തെ റിട്ടേൺ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്പെൻസ് റേഷ്യോ, മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത്. ETF-ൽ എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ചിട്ട് ഈ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. അത് ETF-ൻ്റെ ഒരു ഗുണമാണത്. പിന്നെ ട്രാക്കിംഗ് എറർ, ഇത് മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടാകും ട്രാക്കിംഗ് എറർ. എന്നാൽ ETF-ന് ഇത് വളരെ നന്നായിട്ടുണ്ട് ട്രാക്കിംഗ് എറർ. അതായത് ഏത് ഇൻഡെക്സിനെയാണോ ഈ ഒരു ETF ട്രാക്ക് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ETF,
ഇത് ട്രാക്ക് ചെയ്യുന്നത് നിഫ്റ്റി 50 ആണ്. അപ്പോൾ ഈ നിഫ്റ്റി 50ൽ ഉള്ള ഒരു വ്യത്യാസം പ്ലസ് ആവാം മൈനസ് ആവാം, അത് ഈ നിഫ്റ്റി ബീസിൽ കറക്റ്റായിട്ട് ആ വ്യത്യാസം തന്നെ പറഞ്ഞല്ലോ, കാരണം കറക്റ്റ് അതിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് 0.05 എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ ഫിഗറാണ്. അപ്പോൾ വലിയ രീതിയിൽ അവിടെ ട്രാക്കിംഗ് എറർ ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഫ്റ്റി 50 1% കയറി, അപ്പോൾ നിഫ്റ്റി ബീസ് 1% കയറണമല്ലോ, അത് ചിലപ്പോൾ കയറുന്നത് 99.95% ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു 0.05 ഒക്കെ ആയിട്ട് കൂട്ടാൻ പറ്റും, അത്രയേ ഉള്ളൂ. എന്നാൽ അത് ചിലതിന് 0.65 ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതലാണ്. എന്തായാലും ഞാൻ ട്രാക്കിംഗ് എററും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റഡി ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കീ കണ്ടൻറ്റുകളാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് തന്നെ നോക്കാം. അത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ S&P BSE ഹെൽത്ത് കെയർ ETF ആണ്. ഞാൻ വായിക്കുന്നത് ഈ ഒരു കോളമാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ എന്താണ്? നീലയാണ്. അതായത് ഇതൊരു പർട്ടിക്കുലർ സെക്ടറിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതായത് ഹെൽത്ത് സെക്ടർ അല്ലെങ്കിൽ ഫാർമ സെക്ടറിനെയാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫാർമ കയറിയാൽ മാത്രമേ ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഈ ETF കയറുകയുള്ളൂ, അത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നീല കളർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാഷ് കുറഞ്ഞവർ ഇത് എടുക്കണമെന്നില്ല, എടുത്താൽ പോലും ഈ പച്ച കളറിലുള്ളതും കൂടെ പരിഗണിക്കാം. കാരണം ഇതൊരു 25,000 രൂപയ്ക്ക് നിങ്ങൾ എടുത്തെങ്കിൽ ഈ പച്ച കളറിലുള്ള ETF-ഉം ഒരു 25,000 രൂപയ്ക്ക് എടുത്തോളൂ, അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത് മോ ഹെൽത്ത് എന്ന് പറയുന്ന, അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? മോ ഹെൽത്ത് ആണ് കേട്ടോ, നിങ്ങൾക്ക് ആ സൈഡിൽ കാണാം മോ ഹെൽത്ത്. അപ്പോൾ മോ ഹെൽത്ത് എന്ന് പറയുന്ന ഈ ETF ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 43 ആണ്. ഇന്ന് പ്രൈസിന് വ്യത്യാസം ഉണ്ടാവും, ഞാൻ ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 23% മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിനെ കഴിഞ്ഞ് 23% കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം 1 ഇയർ റിട്ടേൺ 53%. 5 വർഷത്തെ CAGR കാണാനില്ല. 1 വീക്ക് റിട്ടേൺ 3%. 6 മാസത്തെ റിട്ടേൺ 23%. എക്സ്പെൻസ് റേഷ്യോ 0.22% ആണ്. കുഴപ്പമില്ല, ചെറിയ എക്സ്പെൻസ് റേഷ്യോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിലും കുറഞ്ഞതുണ്ട്. ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് 0.05 ആണ്. അപ്പോൾ ഫാർമ സെക്ടർ കയറാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു നല്ല ETF ആണ് മോ ഹെൽത്ത് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന മോട്ടിലാൽ ഓസ്വാളിൻ്റെ S&P BSE ഹെൽത്ത് കെയർ ETF. ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കുക, ഫാർമ ബീസ് നിങ്ങൾക്ക് കാണാം. ഇതും ഒരു ETF തന്നെയാണ്. വേണമെങ്കിൽ ഇതും പരിഗണിക്കാം കേട്ടോ, വേണമെങ്കിൽ ഫാർമ ബീസ് പരിഗണിക്കുക. ഇത് നിപ്പോൺ ഇന്ത്യൻ്റെ ആണ്. മോ ഹെൽത്ത് മോട്ടിലാൽ ഓസ്വാളിൻ്റെയാണ്. ഫാർമ ബീസ് പരിഗണിക്കേണ്ടവർക്ക് അത് പരിഗണിക്കാം. ഏകദേശം റിട്ടേണും കാര്യങ്ങളും ഒക്കെ സെയിം ആണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് കണക്ക് കൂട്ടണ്ട. അത് ഈ ക്ലോസിംഗ് പ്രൈസിൻ്റെ ഒക്കെ ഇതിൽ വരുന്ന ഒരു വ്യത്യാസമാണ്, അതുകൊണ്ട് അത് കണക്ക് കൂട്ടണ്ട. ഇവിടെ 1 ഇയർ VS നിഫ്റ്റി എന്ന് പറയുന്നത് 22%, അങ്ങനെ അത് കണക്ക് കൂട്ടണ്ട. 1 മന്ത് 7 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാർമ ബീസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പരിഗണിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നീല കളറിൽ മോ ഹെൽത്ത് ഇട്ടേക്കുന്നത്. പിന്നെ എക്സ്പെൻസ് റേഷ്യോ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും മോ ഹെൽത്തിന് എനിക്ക് തോന്നുന്നു ഒരു 0.22% ആണ് മോ ഹെൽത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. എന്നാൽ ഫാർമ ബീസിന് 0.21% ആണ്. അതായത് ഒരു ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോ കുറവുണ്ട്. അത് വലിയ രീതിയിലൊന്നും നമ്മുടെ റിട്ടേണിനെ ബാധിക്കില്ല. എന്നാൽ 1 ഇയർ റിട്ടേൺ നോക്കുമ്പോൾ 1% കുറവ് ഫാർമ ബീസിൽ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 52 ആണ്, മോ ഹെൽത്തിന് 53 ആണ്. അത് ചെറിയ പ്രൈസിൻ്റെ വ്യത്യാസത്തിലായിരിക്കും, അല്ലാതെ വലിയൊരു വ്യത്യാസമൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഏത് വേണമെങ്കിലും പരിഗണിക്കാം കേട്ടോ. ഇനി അടുത്തത് IT സെക്ടറാണ്. IT സെക്ടർ ഇവിടെ നമ്മൾ പരിഗണിച്ചേക്കുന്ന IT ETF UTIയുടെ നിഫ്റ്റി IT ETF ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം നിഫ്റ്റി IT ETF അങ്ങനെ തന്നെയാണ്. നിഫ്റ്റിയുടെ ഫുള്ളില്ല കേട്ടോ, NIF IT ETF ആണ്. ശരിക്കും നോക്കണം, HD-യിലിട്ട് തന്നെ കാണുക കേട്ടോ. വീഡിയോ HD-യിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ HD-യിലിട്ട് കാണുക. ഇനി നമ്മൾ 2K-യിലൊക്കെ നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി കുറവാണെങ്കിൽ യൂട്യൂബിൽ സെറ്റിങ്ങിൽ പോയിട്ട് HD ആക്കിയാൽ മതി, അപ്പം ഇത് വളരെ വിശദമായിട്ട് കാണാൻ പറ്റും. പ്രൈസ് എത്രയാണ്? 430 രൂപയാണ് പ്രൈസ്. 1 ഇയർ നിഫ്റ്റിയുമായിട്ട് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് 1 ഇയർ റിട്ടേൺ നോക്കാം. 18% ഒരു വർഷത്തെ ഈ IT ETF-ൻ്റെ റിട്ടേൺ 18%. എന്നാൽ നിഫ്റ്റി 30% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വ്യത്യാസം? -12, 12% കുറവ് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ ഈ ഒരു മാസം 6% റിട്ടേൺ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ സെക്ടർ അണ്ടർ പെർഫോം ആയിരുന്നു കഴിഞ്ഞ വർഷം, അത് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്.
ചിലവർ ചോദിക്കും, ഞാൻ 30% ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും വീഡിയോയിലൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാ വർഷവും കിട്ടില്ലല്ലോ, 10-12% പറയുന്നതല്ലേ നല്ലത് എന്ന് പറയാറുണ്ട്, കമൻറ്റിൽ പറയാറുണ്ട്. 12% എല്ലാവരും പറയുന്നതല്ലേ, നമുക്കൊരു വ്യത്യസ്തത വേണ്ടേ? നമ്മളതെങ്ങനെ കൂട്ടാമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ 30% ഇങ്ങനെ കിട്ടും എന്നുള്ളതിന് ഗവേഷണം നടത്തി കഴിഞ്ഞാൽ ഈ 12% എന്നുള്ളത് നമുക്കൊരു 18% ആക്കാൻ പറ്റിയത് നേട്ടമല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ റിട്ടേൺ കൂട്ടുമെന്നല്ലേ ചിന്തിക്കേണ്ടത്, അല്ലാതെ എല്ലാവരും 12% പറയുന്നത് അതുകൊണ്ട് ഞാനും 12%, അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പ്രത്യേകതയുണ്ടാവും, അതിൽ റിട്ടേൺ കൂട്ടാനുള്ള പരീക്ഷണങ്ങൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ കുറേയൊക്കെ വിജയിക്കുന്നുമുണ്ട്, എപ്പോഴും വിജയിക്കും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ 30% എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പം അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഡേറ്റകൾ നമ്മൾ കളക്ട് ചെയ്യും, ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് 50% കിട്ടിയേക്കാം. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ കൂടുതൽ റിട്ടേൺ കിട്ടണം എന്ന് കരുതി ഗവേഷണം ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുള്ളൂ. ഇനി 30 കിട്ടണ്ട, 12 എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ 18-20 ആക്കാൻ പറ്റിയാൽ അത് നല്ലതല്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പലതിലും 53% എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നില്ല, ഇത് ഡേറ്റയാണ്, ഇതാണ് റിട്ടേൺ തന്നേക്കുന്നത് എന്ന് വെച്ചിട്ട് അടുത്ത കൊല്ലം ഇത്ര റിട്ടേൺ തരണമെന്നില്ല എന്നും വെച്ചിട്ട് അടുത്ത കൊല്ലം ഇത്രയേ റിട്ടേൺ തരൂ എന്നുമില്ല. ഇതിൻ്റെ മുകളിലും പോകാം, താഴെയും പോകാം. അപ്പോൾ അതിൽ എങ്ങനെ നമ്മുടെ റിട്ടേൺ കൂടുതൽ കൂട്ടാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ IT ETF തിരിച്ചു വരാം. ഇതും കുറച്ച് റിസ്കി ആയിട്ട് എലമെൻ്റാണ്. ചിലപ്പം ഈ ഒരു വർഷം പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു സെക്ടറാണ്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.18 ആണ്. 6 മന്ത് റിട്ടേൺ 14%, ഒരു ആഴ്ചത്തെ റിട്ടേൺ 4%, ഒരു വർഷത്തെ റിട്ടേൺ 18%. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിഫ്റ്റിയുമായിട്ടുള്ള റിട്ടേൺ ഞാൻ കാണിക്കുന്നില്ല, അതിവിടെ ചെറിയൊരു സ്റ്റഡി നടത്താം. കാരണം 1 ഇയർ നിഫ്റ്റിയുമായിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് -12%, എന്നാൽ 1 മന്ത് നിഫ്റ്റിയുമായിട്ടുള്ള റിട്ടേൺ മൈനസ് അല്ല, 5%. അതായത് നിഫ്റ്റി 1% റിട്ടേൺ തന്നു, ഈ ഒരു ETF 4% തന്നു, അതിൻ്റെ വ്യത്യാസം 4%. അപ്പോൾ ഈ ഒരു സെക്ടർ കയറാനുള്ള സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. നമുക്കാർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കയറാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് പച്ച ETF ആണ്. പച്ച കളറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു പ്രത്യേക സെക്ടറല്ല, മറിച്ച് ഇതൊരു മിഡ് ക്യാപ്പ് ETF ആണ്. അതായത് മിഡ് ക്യാപ്പ് സെക്ടർ എന്ന് പറയാം. ഈ മിഡ് ക്യാപ്പ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ IT സെക്ടർ പോലെയോ ഫാർമ സെക്ടർ പോലെയോ അല്ല. കാരണം ഈ ഒരു സെക്ടറിൽ IT കമ്പനിയും വരും, ഫാർമ കമ്പനിയും വരും, പവർ കമ്പനിയും വരും, അങ്ങനെ വിവിധ സെക്ടറുകളിലുള്ള കമ്പനികൾ വരും. അതുകൊണ്ട് ഈ സെക്ടർ മിഡ് ക്യാപ്പ് സെക്ടർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഡൈവേഴ്സിഫൈഡ് ആണ്. അതുകൊണ്ട് ഈ പറയുന്ന ഹെൽത്ത് ETF-ലും അല്ലെങ്കിൽ IT ETF-ലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും കൂടുതൽ റിസ്ക് കുറവെന്നാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. റിസ്ക് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം റിസ്ക് കുറവുള്ളത് ഈ മിഡ് ക്യാപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാഷൊക്കെ കുറഞ്ഞവർ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ക്യാഷ് ഇല്ലാത്തവർക്ക് ഈ ഒരു ETF പരിഗണിക്കാം. ഇതിൽ നിങ്ങൾക്ക് SIP ചെയ്യാം, ആവറേജ് ചെയ്യാം കേട്ടോ. ഈ നീല കളറിലുള്ളതിൽ അധികം SIP ചെയ്യണ്ട, നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷേ തത്തുല്യമായിട്ട് ഇവിടെ ഒരു ഫണ്ട് ഇറക്കുമ്പം ഈ ഒരു പച്ച കളറിലും ഫണ്ട് ഇറക്കിയിരിക്കണം കേട്ടോ. നീലയിൽ ഇറക്കുമ്പോൾ ഇറക്കിക്കോ, ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ പച്ച കളറിലും ഫണ്ട് ഇറക്കിയിരിക്കണം. പച്ച കളറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, കാരണം അതിൽ പല സെക്ടറിലുള്ള കമ്പനികളുണ്ട്. എന്നാൽ IT ETF-ലും ഫാർമയിലും ഒക്കെ ആ IT കമ്പനി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫാർമ കമ്പനി മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ ക്ലിയറായിട്ടത് മനസ്സിലായല്ലോ. നിങ്ങൾക്കൊരു അബദ്ധം പറ്റരുതല്ലോ. അപ്പോൾ ഞാനിത് പറഞ്ഞു തരണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് ഇവർ ലാഗ എന്നൊക്കെ പറയുന്നത്. അവരോട് ഞാൻ ഒന്നും കൂടെ പറയാണ്, നിങ്ങൾ കാണണ്ട. ഓക്കെ, അത് ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞ കേട്ടോ. കുറച്ച് കമൻറ്റ് കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് പറയാതെ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക? നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അത്. അതേപോലെ നിങ്ങളുടെ ആ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ആ കമൻറ്റിൽ ഇട്ടോ കേട്ടോ, കമൻറ്റിൽ. ഇനി അടുത്തത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഡേറ്റകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ വരുന്നുണ്ട്. നല്ല ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഞാനൊന്ന് സ്റ്റഡി നടത്തട്ടെ, എന്നിട്ട് അടുത്ത് തന്നെ അതിൻ്റെ വീഡിയോ വരുത്താം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളുടെയൊക്കെ വീഡിയോ വരുന്നുണ്ട്, നല്ല റെസ്പോൺസാണ്. അപ്പോൾ നമുക്ക് വീക്കിലി അതും ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ചെയ്യാം. അപ്പോൾ മിഡ് ക്യാപ്പ് ETF അതിൻ്റെ ഫിഗറുകളിലേക്ക് നമുക്ക് പോകാം. 19 രൂപയേ ഉള്ളൂ പ്രൈസ്. അതിൻ്റെ ഷോർട്ട് ഫോം മിഡ് SCLI ETF എന്നാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. പിന്നെ ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. 19 രൂപയാണ് പ്രൈസ്. നിഫ്റ്റിയുമായിട്ടുള്ള റിട്ടേൺ 29%. നോക്ക്, നിഫ്റ്റി 30% റിട്ടേൺ തന്നപ്പോൾ ഈ ഫണ്ട് 59% റിട്ടേൺ തന്നു. ഇവിടെ കാണത്തില്ലേ 59? ഞാൻ പേനയും കൊണ്ട് വരച്ചാൽ കണ്ടില്ലേ 59% റിട്ടേൺ. ഇത് തന്ന റിട്ടേൺ ആണ്, ഞാനിവിടെ വെറുതെ എഴുതി വെച്ചേക്കുന്നതല്ല കേട്ടോ.
തന്ന റിട്ടേൺ 59% റിട്ടേൺ തന്നു. അപ്പം ഈ പാസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് ഫ്യൂച്ചർ റിട്ടേണിന് ഗ്യാരണ്ടി ഒന്നും അല്ല. ദെയർ ഈസ് നോ ഗ്യാരണ്ടി. അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. എന്നാൽ പോലും ചെറിയ റിസ്ക് ഒക്കെ എടുത്താലേ നമുക്ക് നല്ല റിട്ടേൺ കിട്ടുള്ളൂ കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത്. ഞാൻ ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഓക്കെ. ഇപ്പോൾ 1 ഇയർ റിട്ടേൺ 59%, നിഫ്റ്റീനെ അപേക്ഷിച്ചിട്ട് 29% കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട്. 1 മന്ത് റിട്ടേൺ 6%, നിഫ്റ്റീനെ അപേക്ഷിച്ചിട്ട് 5% കൂടുതലാണ് ആ റിട്ടേൺ. 5 ഇയർ CAGR നോക്കിക്കേ, ഇത് 5 വർഷത്തെ CAGR 26%. സൂപ്പർ. അതായത് ഓരോ വർഷവും നമുക്ക് 26% ഓൺ ആൻ ആവറേജ് ആണ് കേട്ടോ. ചില വർഷത്തിൽ 30% ആയിരിക്കും കിട്ടുക, ചില വർഷത്തിൽ 22% ആയിരിക്കും കിട്ടുക, അങ്ങനെ കേട്ടോ. ഓൺ ആൻ ആവറേജ് എല്ലാ വർഷവും 26% കിട്ടിയ പോലെ. ഈ 26% കിട്ടിയ എത്ര നാൾ കൊണ്ട് നമ്മുടെ ഫണ്ട് ഡബിളാകും? 3 വർഷം, 3 ഇയർ കേട്ടോ. 3 വർഷം കൊണ്ട് നമ്മുടെ ഫണ്ട് ഡബിളാകും. മോശമൊന്നുമില്ലല്ലോ, മോശമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലൊരു ETF ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. സെക്ടറിൻ്റെ ആ പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട. മാർക്കറ്റ് ഇടിച്ചാൽ ഓക്കെ പോകുന്നേ ഉള്ളൂ. അതായത് നിഫ്റ്റി ഇടിയുക, മിഡ് ക്യാപ്പ് ഇടിയുക, അങ്ങനെ ഓക്കെ അല്ല. ഇടിഞ്ഞാലും കയറി വരും. ഇടിയുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മിഡ് ക്യാപ്പിൻ്റെ ഒരുപാട് ETFകളുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ഓരോ ETFകളും അതിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയുള്ള ഡേറ്റാസ് ഇതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മിഡ് ക്യാപ്പ് എന്നുള്ളത് ഇതിൽ തന്നെ കിട്ടും. ഇത് ഏകദേശം ഒരു 227ഓളം ETFകൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഫർദർ സ്റ്റഡി നടത്തിക്കോളൂ. ഒരു ആഴ്ചത്തെ റിട്ടേൺ 3%, 6 മാസത്തേത് 25%. എക്സ്പെൻസ് റേഷ്യോ 0.15 ആണ്. ട്രാക്കിംഗ് എറർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, അവിടെ എഴുതിയിട്ടില്ല. ഓക്കെ. ഇനി അടുത്ത നീല ETF. നീല ETF അറിയാലോ, കൺസപ്ഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ETF ആണ്. SBIയുടെ നിഫ്റ്റി കൺസപ്ഷൻ ETF ആണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് ക്യാപിറ്റൽ കുറഞ്ഞവർ ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീല കളറാണല്ലോ. 123 രൂപയാണ് വില. ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിനെ കഴിഞ്ഞ് 17% കൂടുതൽ റിട്ടേൺ കൊടുത്തു. ഇനിയിപ്പോൾ ഒരു വർഷത്തെ റിട്ടേൺ, ആക്ച്വൽ റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ 47% കൊടുത്തു. മോശമൊന്നുമില്ല, 47% റിട്ടേൺ കൊടുത്തു. എന്നാൽ നമുക്കൊരു വലിയ തലവേദന ഇല്ലാത്ത ഒരു ETF 59 കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കേട്ടോ, കണ്ടില്ലേ, 59 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ തലവേദന ഉള്ള പിടിക്കുന്നത്? ഓക്കെ. ചിലപ്പോൾ 100% തരാനും സാധ്യതയുണ്ട്, CPSE ETF പോലെ. ഓക്കെ. 1 വീക്ക് റിട്ടേൺ എന്ന് പറയുന്നത് 2 ആണ്. 6 മാസം റിട്ടേൺ 24 ആണ്. എക്സ്പെൻസ് റേഷ്യോ 0.29 ആണ്. ശകലം കൂടുതലുണ്ട്, വലിയ കുഴപ്പമില്ല. ട്രാക്കിംഗ് എറർ 0.03. ഓക്കെ. അതൊന്നും ഒരു ട്രാക്കിംഗ് എററേ അല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലായി. ഇനി ഈ കൺസപ്ഷൻ്റെ തന്നെ താഴെ കണ്ടോ, വേറെ കമ്പനികളുടെ ഉണ്ട്. നിപ്പോൺ ഇന്ത്യൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് നിപ്പോൺ ഇന്ത്യയാണ് ഇഷ്ടമെങ്കിൽ അത് എടുക്കാം കേട്ടോ. ICICI പ്രുഡൻഷ്യലിൻ്റെ ഉണ്ട്, അത് ഹെൽത്ത് കെയർ ആണ്. അതുപോട്ടെ. അപ്പം നിപ്പോൺ ഇന്ത്യയുടെ ഉണ്ട്, SBIയുടെ ഉണ്ട്. രണ്ടും പുലികളാണ്. ഏതാണ് നിങ്ങൾക്ക് താല്പര്യം നോക്കിയാൽ അതെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ ഗ്രോ ആപ്പൊക്കെ ഇല്ലേ, ഗ്രോ ആപ്പിൻ്റെ അല്ലെങ്കിൽ ഗ്രോയുടെ ഒരു ETF ഉണ്ട്. അതും നീല ETF ആണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുള്ള ഒരു ETF ആണ്. ഇത് EV ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി EV ആൻഡ് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് ETF ആണ്. 34 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 1 ഇയർ റിട്ടേൺ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ നെഗറ്റീവാണ്. നെഗറ്റീവ് നോക്കണ്ട. അതെങ്ങനെയാണ് നെഗറ്റീവ് വന്നതെന്ന് വെച്ചാൽ അത് ഈയിടെ ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. 2 മാസമായി കാണുമായിരിക്കും, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ നെഗറ്റീവ്. അപ്പോൾ അത് കൂട്ടണ്ട. 1 മന്ത് റിട്ടേൺ എന്ന് പറയുന്നത് 4 ആണ്, 4%. ഇനിയിപ്പോൾ 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 3% ആണ്. ഇതെങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്താവോ? അതെന്തേലും ആട്ടെ. ഓക്കെ. 3% ആണ്. ഇത് കയറാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. കാരണം ഇതൊരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. EV ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ഒരു സാധ്യത കേട്ടോ. അപ്പോൾ അധികം ഡേറ്റകളില്ല. അതിൻ്റെ ട്രാക്കിംഗ് എററോ എക്സ്പെൻസ് റേഷ്യോ ഒന്നും ഇല്ല. കാരണം ഇതൊരു പുതിയ ETF ആണ്, അതുകൊണ്ടാണ് ഇല്ലാത്തത്. ഇനി വെള്ളിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? സിൽവറിൻ്റെ പ്രൈസ് മാറുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിതിൽ സിൽവറും ഗോൾഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണം ഇഷ്ടമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, വെള്ളി ഇഷ്ടമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളിയല്ല സ്വർണ്ണമാണ് വില കൂടിയ ലോകം, അങ്ങനെയാണെങ്കിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമില്ല. റിട്ടേൺ എന്ന് പറയുന്നത് വെള്ളിക്ക് വില കുറഞ്ഞുകൊണ്ട് റിട്ടേൺ കൂടണമെന്നൊന്നുമില്ല. സ്വർണ്ണത്തിന് വില കൂടിയത് കൊണ്ട് റിട്ടേൺ കുറയണം, വില കൂട്ടണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. വെള്ളി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എഡൽവൈസിൻ്റെ സിൽവർ ETF ഉണ്ട്. നീല കളറാണ്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഞാനത് ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ചെയ്തോളൂ. ക്ലോസിംഗ് പ്രൈസ് 87 രൂപയാണ്. നിഫ്റ്റിയുമായിട്ട് നോക്കുമ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആണ്. കഴിഞ്ഞ ഒരു വർഷം വലിയ കാര്യമായിട്ട് റിട്ടേണൊന്നും തന്നിട്ടില്ല സിൽവർ. 1 ഇയർ റിട്ടേൺ 12% മാത്രമാണ്. സ്വർണ്ണത്തിനൊക്കെ അത്ര തന്നെ റിട്ടേൺ ഉള്ളൂ, അല്ല ഭീകര റിട്ടേൺ ഒന്നുമില്ല. 12% ചിലപ്പോൾ കൂടാം. ഓക്കെ. വെള്ളിയുടെയൊക്കെ ഉപയോഗം കൂടുന്നുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ 6 മാസത്തെ റിട്ടേൺ 21% നോക്കിക്കേ.
6 മാസം 21 ഒരു മാസത്തെ എത്രയാണ്? 3% ഒരു മാസത്തെ അല്ലേ? 3 4%, 4%. എക്സ്പെൻസ് റേഷ്യോ 0.39 ആണ്. ട്രാക്കിംഗ് എറർ ഒന്നും കാണിക്കുന്നില്ല എന്ന് വെച്ച് ഇല്ല എന്നല്ല, ഉണ്ടാകുക, കാൽക്കുലേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പച്ച കളറുള്ള ETF ആണ് ICICI പ്രുഡൻഷ്യൽ. അതാണ് ആ PRU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് എക്സ് ബാങ്ക് ETF ആണ്. ഞാൻ ഓരോ ETF എന്താണെന്നുള്ള വിശദമായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് FinI ETF ആണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ETF ആണ്. ഓരോന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോയിൽ ഇങ്ങനെ പരിചയപ്പെടുത്താം. നമ്മൾ സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തുന്നില്ല, അതുപോലെ പരിചയപ്പെടുത്താം, അതിനൊരു കുഴപ്പമില്ല. പരിചയപ്പെടുത്താൻ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 27 രൂപയാണ്. ഇത് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. ഫിനാൻസ് സെക്ടറാണ്, പക്ഷേ ഫിനാൻസ് സെക്ടർ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു വർഷത്തെ റിട്ടേൺ 38%, കുഴപ്പമൊന്നുമില്ല. നിഫ്റ്റിയുടെ 30 അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 8% റിട്ടേൺ കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 മന്ത് റിട്ടേൺ 4%. CAGR ഇല്ല. പിന്നെ 1 വീക്ക് 3, 6 മന്ത് 19. എക്സ്പെൻസ് റേഷ്യോ 0.2 ആണ്. ട്രാക്കിംഗ് എറർ 0.03 ഓക്കെ, അപ്പോൾ ഈ ഒരു ETF കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ETF ആണ്. ഇത് നമ്മൾ വെറുതെ ഈ ഒരു ഫിഗർ വെച്ചിട്ട്, ഈ നമ്പേഴ്സ് വെച്ചിട്ട് മാത്രമല്ല അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ വേറെ രീതിയിൽ കൂടി ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ETF-ൻ്റെ ഒരു ചാർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. 1 ഇയർ ചാർട്ട് നോക്കിയേ. 1 ഇയർ ചാർട്ട് സൂപ്പർ അല്ലേ? ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതിലെടുക്കാം. ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ETF ആണ്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതിൻ്റെ 1 മന്ത് ചാർട്ടാണ്. അതായത് 2023 മാർച്ചിൽ ലിസ്റ്റാകുന്നു. അന്നൊരു 16 രൂപ റേഞ്ചിലാണ്. ആ റേഞ്ചിൽ ഇത് ലിസ്റ്റാകുന്നു. ഇപ്പോൾ 27 രൂപയാണ്. 32 ആകുമ്പോഴത്തേനും എത്രയായി? ഡബിൾ ആകും അല്ലേ? എന്നാൽ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ. ഒരു വർഷം കഴിഞ്ഞു. മാർച്ച് 2023, അപ്പോൾ ഒരു 1.5 വർഷമായി. ന്യായമായ റിട്ടേൺ അല്ലേ? 27 രൂപയിലേക്കാണ്. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. നമുക്ക് ഇതും കൂടെയും വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കാണിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോൾ. ഇത് 1 ഇയർ ചാർട്ടാണ് കേട്ടോ. അപ്പോൾ ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ചാർട്ട് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടെയും സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഇതും കൂടെയൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ആ എക്സലിൽ കയറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഗ്രാഫ് അനുസരിച്ചിട്ടാണ് നമ്മൾ പച്ച കളറും നീല കളറും കൊടുത്തിരിക്കുന്നത്. പച്ച കളർ നമുക്ക് വലിയ കുഴപ്പമില്ല. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ കൂടെ മുകളിലേക്ക് പോകേണ്ടതാണ്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ആ കൂടെ താഴേക്ക് വരേണ്ടതാണ്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. എന്നാൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. മറക്കാതിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഓർത്തത്. നിങ്ങൾ ലൈക്ക് അടിച്ചായിരുന്നോ? ഇത്രയൊക്കെ എത്ര പേര് കേട്ടിരിക്കുന്നുണ്ടാവില്ല ഇവിടം വരെ, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ക്ഷമയുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഇല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ കാണാൻ പറ്റില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല വ്യൂസൊക്കെ നമുക്ക് വേണ്ടേ? നല്ല എനിക്കൊരു ഉഷാറുള്ളൂ. ഞാൻ വളരെയധികം ഈ ബുദ്ധിമുട്ട് ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ? നമുക്ക് ആ വ്യൂസ് ഇതും കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഈയിടെ വായിച്ചാണ് രക്തൻ ടാറ്റ. പുള്ളി ലൈഫിൽ ഭയങ്കര വിരസത. അപ്പോൾ പുള്ളിനോട് ഒരു ഇൻ്റർവ്യൂവിന് പുള്ളി പോയേക്കുവാണ്. ആങ്കർ ചോദിച്ചു, സാറിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള നിമിഷം ഏതാണ്? അപ്പോൾ പുള്ളി ഒരു കഥ പറഞ്ഞു. ആ കഥ ഇതാണ്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന ടാറ്റ സ്റ്റീൽ, ആ ടാറ്റ സ്റ്റീൽ കമ്പനിയുടെ ഉടമയാണ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഉടമയാണ്. പക്ഷേ ഇതൊന്നും എനിക്കൊരു സന്തോഷം തരുന്നില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, സന്തോഷം തരാത്തൊരു കാലം. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, ഈ കാലിന് സുഖമില്ലാത്ത കുറച്ച് കുട്ടികൾ താമസിക്കുന്ന 10-200 കുട്ടികളുണ്ട്. കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ കുട്ടികളുടെ സംരക്ഷണം ഗവൺമെൻറ്റോ മറ്റോ ഏറ്റെടുത്ത് അവരങ്ങനെ അവിടെ താമസിക്കുകയാണ്. സാറേ, നമുക്ക് ഒന്ന് അവിടെ പോയിട്ട് ആ കുട്ടികളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ പോകാമെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നു. കുട്ടികളെല്ലാം ഇദ്ദേഹത്തെ വളരെ ആരാധനയോടുകൂടി നോക്കുന്നു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം നോക്കുമ്പോൾ ഈ കുട്ടികൾക്ക് സഞ്ചരിക്കാനായിട്ട് വീൽ ചെയർ ഇല്ല. അദ്ദേഹം അപ്പം തന്നെ 200 വീൽ ചെയർ ഓർഡർ ചെയ്തു. സ്പോട്ടിൽ സാധനം എത്തി. പുള്ളിക്ക് വീൽ ചെയർ എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടി കമ്പനിയുള്ള ആളാണ്, വിഷയമില്ല. വീൽ ചെയർ എത്തി. അത് പുള്ളിയുടെ കൈകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് കൊടുത്തു. ആ കുട്ടികളുടെ സന്തോഷം കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിട്ടുള്ള നിമിഷം അതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഞാനത് ഈയിടെ ഒന്ന് വായിച്ചേട്ടോ. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. കഴിഞ്ഞ മാസം കണ്ട് വായിച്ചാണ്. ഇപ്പോഴും അത് മനസ്സിലിരിക്കുന്നത് അങ്ങനെ സ്ട്രൈക്ക് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുമ്പം അത്ര വലുതൊന്നും അല്ല, എന്നാലും ഒരു ചെറിയൊരു ഇത് ഇടുമ്പം ഒരു ഗുണം എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പച്ച കളറെന്നും നീല കളറെന്നും ഒക്കെ എടുത്ത് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡിയും കൂടെ നടത്തുക. എന്നെക്കൊണ്ട് പറ്റുന്നത്ര നന്നായിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫിനാൻസ് ETF-ൽ
1 ഇയർ റിട്ടേൺ 38% നമ്മളിത് കണ്ടു കഴിഞ്ഞല്ലോ. എക്സ്പെൻസ് റേഷ്യോ 0.2% ആണ്. ഇനി നമുക്ക് അടുത്ത ETF കിടക്കാം. HDFC നിഫ്റ്റി 100 ക്വാളിറ്റി 30 ETF. ഇതിൻ്റെ ഷോർട്ട് ഫോം ഇവിടെയുണ്ട്, HDFC QUAL ക്വാൾ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും വായിച്ചാൽ ഷോർട്ട് ഫോമാണ്. HDFC QUAL എന്നൊക്കെ വായിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഫുൾ ഫോം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. 62 രൂപയാണ് വില. ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 43%. നിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് 13% റിട്ടേൺ കൂടുതൽ. ഒരു മാസത്തെയൊക്കെ 4%. നിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് 2% കൂടുതലുണ്ട്. ഒരു വീക്കിൽ 2% ഒക്കെ റിട്ടേൺ. പിന്നെ 6 മാസത്തെ റിട്ടേൺ 22%. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.3 ആണ്. അതുപോലെ തന്നെ ട്രാക്കിംഗ് എറർ 0.08 ആണ്. ഇനി അടുത്തത്, ഇത് പച്ച ETF ആണേ. കളർ നോക്കുക, മുദ്ര ശ്രദ്ധിക്കണം, പച്ചയാണ് കേട്ടോ. അപ്പം ക്യാഷ് കുറഞ്ഞവർക്കും ഒക്കെ SIP പോലെയൊക്കെ ചെയ്യാവുന്ന ETF ആണ്, കുഴപ്പമൊന്നുമില്ല. നിഫ്റ്റി 100-ലെ 30 ക്വാളിറ്റി സ്റ്റോക്കുകളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലാർജ് ക്യാപ്പാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല റിട്ടേണും തന്നിട്ടുണ്ട്. ന്യായമായ റിട്ടേൺ. 1 ഇയർ റിട്ടേൺ 43%. മിഡ് ക്യാപ്പൊക്കെ 59 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. ഇതിൽ കുറച്ച് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടും. ബ്ലൂ ചിപ്പ് കമ്പനികളാണ് വരുന്നത്, മാർക്കറ്റ് ക്യാപ്പ് കൂടും. അപ്പോൾ അതനുസരിച്ച് റിസ്ക്കിലും റിട്ടേണിലും കുറവുണ്ടാവും. റിസ്ക്കും കുറവായിരിക്കും, റിട്ടേണും കുറവായിരിക്കും. ഇല്ലയെന്നല്ല, കുറവായിരിക്കും എന്നേ പറഞ്ഞുള്ളൂ, കമ്പയർഡ് ടു മിഡ് ക്യാപ്പ് ആൻഡ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ്. ഇനിയിപ്പോൾ അടുത്തത് പച്ചയാണ്. വീണ്ടും പച്ചയിലേക്ക് വന്നു. മിറായി അസറ്റിൻ്റെ നിഫ്റ്റി 200 ആൽഫ 30 ETF 29 രൂപയാണ് വിലയുള്ളൂ. നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നോക്കിക്കേ, റിട്ടേൺ നോക്കിക്കേ, നിങ്ങളിത് നോക്കുന്നുണ്ടോ? 46% കൂടുതൽ റിട്ടേൺ ആണ്. നോക്കുന്നുണ്ടല്ലോ അല്ലേ, കാണുന്നുണ്ടല്ലോ. അമ്മാനെ ശ്രദ്ധിക്കണം, 46% കൂടുതൽ റിട്ടേൺ ആണ്. ഇതേതാണ്? 200 ആണ്. നിഫ്റ്റിയുടെ 200, നിഫ്റ്റി 200 എന്ന് പറഞ്ഞ ഇൻഡെക്സ് തന്നെയുണ്ട്. അതിലെ ആൽഫ 30 എന്ന് പറയുന്നത് 30 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ETF ആണ്. പക്ഷേ റിട്ടേൺ ഭയങ്കര കൂടുതലാണ്. ഒരു വർഷം 76% കഴിഞ്ഞ വർഷം റിട്ടേൺ കിട്ടിയായിരുന്നു. അതേസമയം ഒരു മാസം 4% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. വലിയ മോശമല്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. 1 വീക്കിൽ 1%. ഓക്കെ. എക്സ്പെൻസ് റേഷ്യോ 0.38 കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത ഒരു ETF ആണ്. ട്രാക്കിംഗ് എറർ ഇച്ചിരി ഉണ്ട്, എന്നാൽ വലിയ കുഴപ്പമില്ല, 0.15 ആണ്. കുറച്ചുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടിയിട്ടുള്ള മന്ത്ലിയും കുഴപ്പമില്ലാത്ത ഈ ETF ഒക്കെ നമുക്ക് സാധാരണക്കാർക്കും ചെറുതായിട്ട് SIP ഒക്കെ ചെയ്യുന്നവർക്ക് പരിഗണിക്കാം. പിന്നെ സാധാരണക്കാരല്ലാത്ത ഭീകര കാശുകാർക്കും പരിഗണിക്കാം, കുഴപ്പമൊന്നുമില്ല. അവർക്ക് നീലയും പരിഗണിക്കാം, അതിൻ്റെ കൂടെ പച്ച പരിഗണിക്കണം കേട്ടോ. ഇനി ഗോൾഡ്, സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ വഴി വരിക. ഈ ഗോൾഡ് എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ETF-ൻ്റെ ഷോർട്ട് ഫോം ആൽഫ ETF ആണ് കേട്ടോ. അഥവാ ഞാൻ പറയാൻ മറന്നാൽ നിങ്ങളിവിടെ നോക്കിയാൽ മതി, സൈഡിലുണ്ട് ആൽഫ ETF കേട്ടോ. ഈ ഗോൾഡ് എന്ന് പറയുന്ന ഗോൾഡ്, സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പണിക്കൂലിയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. 74 രൂപയാണ് എഡൽവൈസിൻ്റെ ഗോൾഡ് ETF-ൻ്റെ പ്രൈസ്. ഈ ഗോൾഡ് എന്ന് പറയും. എന്നാൽ നിഫ്റ്റിയുമായിട്ടൊക്കെ റിട്ടേൺ നോക്കുമ്പോൾ 17% കുറവാണ് റിട്ടേൺ വന്നിരിക്കുന്നത്. കാരണം ഗോൾഡിന് ഏകദേശം റിട്ടേൺ കിട്ടിയിരിക്കുന്നത് 13%. അത്രയൊക്കെ തന്നെ കിട്ടും. ഗോൾഡിന് 13% കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റിക്ക് 30% ആയിരുന്നു. എന്ന് വെച്ച് ഇനിയിപ്പോൾ അടുത്ത വർഷം 30 നിഫ്റ്റിക്ക് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം അത് നിങ്ങൾക്കറിയാലോ, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 6 മാസത്തെ റിട്ടേണിൽ ശകലം കൂടുതലുണ്ട്, 15% കിട്ടിയേക്കുന്നത്. അങ്ങനെയാകുമ്പം ഈ 6 മാസത്തിന് മുമ്പുള്ള സമയത്ത് നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും കേട്ടോ. അതാണ് 1 ഇയറിൽ 13, 6 മാസത്തിൽ 15, 6 മാസം 15 വന്നേക്കുന്നത്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.35 ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, എത്ര കാലം ഇൻവെസ്റ്റ് ഉണ്ട് എന്നുള്ളതിലല്ല കാര്യം, ഈ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. കാരണം ഒരു വർഷത്തെ റിട്ടേൺ കുറവാണ്, 6 മാസം റിട്ടേൺ കൂടുതലാണ്. അപ്പം FD അല്ല, അല്ലെങ്കിൽ FD പോലെയല്ല നമ്മളിത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. പലരും ചോദിക്കും സേഫായിട്ട്. ഇപ്പോഴും കുറച്ച് മുമ്പ് എന്നെ ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു സേഫ് ഇല്ല. നമ്മളത് പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. പക്ഷേ നമുക്കുള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ FD പോലെ സേഫ്റ്റി ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു സെക്യൂരിറ്റി അല്ല ഈ പറയുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആരും ഫോണൊന്നും വിളിക്കണ്ട കേട്ടോ. നമുക്ക് വരുന്ന ഫോൺ കോളുകളൊക്കെ ഇപ്പം ഞാൻ എടുക്കാറ് പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. അതിനങ്ങനെ ഇല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യാനാ? അപ്പോൾ എനിക്കറിയാം അത് ബിഗിനേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഫോണൊന്നും വിളിച്ച് ചോദിക്കണം എന്നില്ല. കാരണം നമുക്കിത് ആൻസർ കൊടുത്ത് ഞാൻ മടുത്തു. നമുക്ക് അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയവും ഇല്ല. കുറേ നമ്മുടെ സ്റ്റഡികൾ നടത്തണ്ടേ, നല്ല വീഡിയോ വരുള്ളൂ. ഓക്കെ, അപ്പം റിസ്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് പച്ച ETF ആണ്. പച്ച ETF HDFC നിഫ്റ്റി 100 ലോ വൊളറ്റാലിറ്റി 30 ETF. ലോ വൊളറ്റാലിറ്റി കുറവാണ്, HDFCയുടെ. അതിൻ്റെ ഷോർട്ട് ഫോം ഇവിടെയുണ്ട്. അത് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നോക്കി ടൈപ്പ് ചെയ്ത് വെക്കുകയോ ചെയ്താൽ മതി.
ഇത് നിഫ്റ്റിയുമായിട്ടുള്ള 1 ഇയർ റിട്ടേൺ നോക്കുമ്പോൾ 9% കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ഒരു വർഷം 39%, ഒരു മാസം 3% റിട്ടേൺ തന്നേക്കുന്നത്. അതല്ല, നിഫ്റ്റിയുടെ ഔട്ട് പെർഫോമറാണ്. അതായത് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺ, നിഫ്റ്റിയെ കഴിഞ്ഞ് റിട്ടേൺ. അതുപോലെ 6 മാസം 15% റിട്ടേൺ. എക്സ്പെൻസ് റേഷ്യോ 0.3 ആണ്. ട്രാക്കിംഗ് എറർ ഇല്ല എന്ന് പറയാം, 0.04. അടുത്തത് വീണ്ടും പച്ചക്കാർ വന്നു. നിഫ്റ്റി ക്വാളിറ്റിയാണ് കേട്ടോ. ആദിത്യ BSL നിഫ്റ്റി 200 ക്വാളിറ്റി 30 ETF. നിഫ്റ്റി ക്വാളിറ്റി എന്ന് അവിടെ ഷോർട്ട് ഫോമിൽ കാണാം. ക്വാളിറ്റിയുടെ ഫുള്ളില്ല, നിങ്ങളത് നോക്കി ടൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അത് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 14% കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ഒരു വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷത്തെ റിട്ടേൺ 44, ഒരു മാസത്തെ റിട്ടേൺ 3%, 6 മാസത്തെ 23. 0.3 എക്സ്പെൻസ് റേഷ്യോ. ട്രാക്കിംഗ് എറർ 0.15. വലിയ കുഴപ്പമില്ല. അടിപൊളി സാധനം അല്ലേ, അടിപൊളി സാധനമാണ്. നല്ല ഇതാണ്. 44% റിട്ടേൺ മോശമൊന്നുമില്ല, അടിപൊളിയാണ്. വലിയ കമ്പനിയിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിഫ്റ്റി 200 ഇൻവെസ്റ്റ് ചെയ്യുന്ന 1-2 നമ്മൾ കണ്ടു. ഒന്ന് ആൽഫയാണെങ്കിൽ ഒന്ന് ക്വാളിറ്റിയാണ്. അങ്ങനെ ചെറിയ വ്യത്യാസം. ഇനിയിപ്പോൾ അടുത്തത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ സ്മോൾ ക്യാപ്പ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ETF. MO സ്മോൾ 250 എന്ന് പറയും കേട്ടോ, ഷോർട്ട് ഫോം. അങ്ങനെ അടിച്ചു കൊടുക്കണം. 18 രൂപയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ നോക്കുമ്പോൾ ഇത് കുറവാണ് കേട്ടോ. 1 ഇയർ റിട്ടേൺ VS നിഫ്റ്റി, അതായത് സ്മോൾ ക്യാപ്പ് ഇപ്പോൾ അധികം പെർഫോം ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 29% 1 ഇയർ റിട്ടേൺ. നിഫ്റ്റിക്ക് 30% ഉണ്ടായിരുന്നു. നിഫ്റ്റി എന്ന് പറയുമ്പോൾ അത് ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ സ്മോൾ ക്യാപ്പിൽ കൂടുതൽ ഇൻവെസ്റ്റ്, ഞാനൊക്കെ സ്മോൾ ക്യാപ്പിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് മറ്റ് ETF-കളിലേക്ക് മാറണം അല്ലേ, മാറേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. സ്മോൾ ക്യാപ്പിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഒന്ന് പതുങ്ങുന്നുണ്ട്, ശ്രദ്ധിക്കണം. 1 വീക്ക് റിട്ടേൺ 1%, 6 മന്ത് 29%. ഓക്കെ, 6 മന്ത് 29%, 1 ഇയർ 29%. അതായത് ഏതോ ഒരു 6 മാസം ഇത് പെർഫോം ചെയ്തിട്ടില്ല. ആദ്യത്തെ 6 മാസം എന്ന് കൂട്ടാം അല്ലേ, അതായിരിക്കണം. പിന്നെ സ്മോൾ ക്യാപ്പ് അങ്ങനെ പെർഫോം ചെയ്യാതെ ഇല്ല. ഈ ഫണ്ട് വന്നിരിക്കുന്ന ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. എന്തായാലും ഈ ഒരു മാസമായിട്ട് സ്മോൾ ക്യാപ്പ് വലിയ പെർഫോമൻസ് ഇല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞു. മുകളിലെങ്ങും സ്മോൾ ക്യാപ്പ് ഇല്ല, അതാ വലിയ പെർഫോമൻസ് ഇല്ല. എക്സ്പെൻസ് റേഷ്യോ 0.3 ആണ്. ട്രാക്കിംഗ് എറർ 0.37 ആണ്. അപ്പോൾ ഇനി ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സ്മോൾ ക്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നെക്സ്റ്റ് 50. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നെക്സ്റ്റ് 50 HDFCയുടെ ആണിത്. HDFCയുടെ വേണം നിർബന്ധമൊന്നുമില്ല. HDFC നിഫ്റ്റി നെക്സ്റ്റ് 50 ETF. ഇത് നിഫ്റ്റി 50 കഴിഞ്ഞ് വരുന്ന 50 കമ്പനികളാണ് ഇതിലുള്ളത്. ബ്ലൂ ചിപ്പാണ്, ലാർജ് ക്യാപ്പ് കമ്പനികളാണ്. റിട്ടേൺ നോക്കാം. 1 ഇയർ റിട്ടേൺ എന്ന് പറയും നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 39% കൂടുതൽ റിട്ടേൺ. സോ ഇവിടെ നോക്കൂ 1 ഇയർ റിട്ടേൺ 69%. നല്ല റിട്ടേൺ അല്ലേ, അടിപൊളി റിട്ടേൺ ആണ്. 69 അതുപോലെ തന്നെ ഇതൊരു പച്ച കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം, സൂപ്പറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ETF ആണ് കേട്ടോ. ഇതിൻ്റെ മറ്റ് ETF ആണ്. ഒന്ന് ജൂനിയർ ബീസ്, ഇതേ സാധനം തന്നെയാണ്, വേറെ കമ്പനിയുടെ ആണെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത് നെക്സ്റ്റ് 50 എന്ന് തന്നെ പറയുന്ന ഒരു ETF ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് HDFC നെക്സ്റ്റ് 50 എന്നാണ് കേട്ടോ. HDFCയുടെ ആയതുകൊണ്ടാണ് HDFC നെക്സ്റ്റ് 50 എന്ന് എഴുതിയത്. അടിപൊളിയല്ലേ, സൂപ്പർ ETF ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെയൊക്കെ കണ്ടവർക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. കാരണം ഈ ETF എല്ലാവർക്കും കാണുമല്ലോ. ഓക്കെ, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അങ്ങനെ കേട്ടോ, നമ്മൾ ആ ഓർഡറിൽ വരുമ്പോൾ അങ്ങനെ വരുന്നതാണ്. എക്സ്പെൻസ് റേഷ്യോ 0.15 ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി LIC മ്യൂച്വൽ ഫണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ETF. LIC മ്യൂച്വൽ ഫണ്ട് LICയുടെ ആണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, ഇത് മിഡ് ക്യാപ്പാണ് കേട്ടോ. മിഡ് ക്യാപ്പ് അടിപൊളി നല്ല സാധനമാണ് മിഡ് ക്യാപ്പ്. അപ്പോൾ അതൊന്ന് നോക്കിയോളൂ. LICN മിഡ് 100 എന്നാണ് ഷോർട്ട് ഫോം. 58 രൂപയാണ് പ്രൈസ്. നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺ നെഗറ്റീവാണ്, -10. അത് ചിലപ്പോൾ മിഡ് ക്യാപ്പ് നെഗറ്റീവ് ഒന്നും അല്ല, അത് ചിലപ്പോൾ അധികമായിട്ടില്ല വന്നിട്ട്. പക്ഷേ 1 മന്ത് റിട്ടേൺ അടിപൊളിയാണ്, 3% ഉണ്ട്. ഇത് അധികമായിട്ടില്ല വന്നിട്ട് ലിസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് 10 എന്ന് കാണിക്കുന്നത്. അല്ലാതെ ആകാനുള്ള സാധ്യത കുറവാണ്. 1 ഇയർ റിട്ടേൺ 20 ആണ്. മിഡ് ക്യാപ്പിൽ ഇതല്ല റിട്ടേൺ, മിഡ് ക്യാപ്പിൽ ഇതിൽ കൂടുതൽ റിട്ടേൺ ഉണ്ട്. അതാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ. കാരണം നമുക്ക് വേറെ മിഡ് ക്യാപ്പുകൾ ഏതെങ്കിലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ LICയുടെ അല്ല, അതൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. വേറെ ഏതെങ്കിലും മിഡ് ക്യാപ്പുകൾ, സ്മോൾ ക്യാപ്പ് 55% റിട്ടേൺ കണ്ടില്ലേ. സ്മോൾ ക്യാപ്പിൽ കഴിഞ്ഞ വർഷം 55% റിട്ടേൺ കിട്ടി. HDFCയുടെ SML 250 എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കാണുന്നത്, അതിനാണ് ഞാൻ ഈ ഒരു ഡേറ്റ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതെല്ലാം കൂടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് 227 ETF-കളുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തി ആകും. അതുകൊണ്ടാണ് ഈ HDFC SML 250. ഒരു വർഷത്തെ റിട്ടേൺ എത്രയാണ്? 55%. ഒരു മാസത്തെ 3%. മോശമൊന്നുമില്ല അല്ലേ, മോശമൊന്നുമില്ല. അപ്പോൾ സ്മോൾ ക്യാപ്പ് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ് സ്മോൾ ക്യാപ്പ് കേട്ടോ, നല്ലതാണ്. ഇനി മിഡ് ക്യാപ്പ് മിഡ് സറോദയുടെ ഉണ്ട്, മിഡ് 150 കേസ് എന്ന് പറയുന്നത്.
സെറോദയുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ETF, അത് പുതിയ ETF കേട്ടോ. അപ്പോൾ അതിന് റിട്ടേൺ കുറവാണ്, 1 ഇയർ റിട്ടേൺ കുറവാണ്, അത് നോക്കണ്ട. വേറെ ഉണ്ട്. ഇനി ശരിയ ബീസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവർ ശരിയത്ത് കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇപ്പോഴാണ് കാണുന്നത്. ഇതാ നമ്മുടെ ഡേറ്റയിലുണ്ട്. നിപ്പോൺ ഇന്ത്യയുടെ ETF നിഫ്റ്റി 50 ശരിയ ബീസ് എന്ന് പറയുന്ന ETF കേട്ടോ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാർക്കൊക്കെ വളരെ അഭിമാനത്തോടു കൂടി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ETF ആണ് എന്ന് തോന്നുന്നു. കാരണം അവർ പലിശയൊന്നും അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ ശരിയത്ത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കണം കേട്ടോ. അത് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്തോ. ഒരുപാട് മുസ്ലിം കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. എന്തായാലും അവർക്ക് ഞാൻ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തുന്നുള്ളൂ. പഠിച്ചോളൂ നിങ്ങൾ. ഞാൻ പിന്നീട് പഠിച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഞാനത് പണ്ട് ആരോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, എനിക്ക് വലിയ ഐഡിയ കിട്ടിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ETF വന്നിട്ടുണ്ട്. അടിപൊളിയാണല്ലോ. ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞ് 38% ഉണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിഡ് ക്യാപ്പ് തപ്പിയാണ് പോയത്. ഇവിടെ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഒരു മിഡ് ക്യാപ്പ് 100 ETF ഉണ്ട്. ഒരു വർഷത്തെ റിട്ടേൺ 53% കാണത്തില്ല, 53%. അപ്പോൾ മിഡ് ക്യാപ്പ് റിട്ടേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോളിൽ കണ്ട മിഡ് ക്യാപ്പ് റിട്ടേൺ ഇല്ലാത്തത് അത് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മൾ LICയുടെ മിഡ് ക്യാപ്പ് 100 മ്യൂച്വൽ ഫണ്ടിലാണല്ലോ നമ്മൾ വന്നത് അല്ലേ. അവിടെ ഈ നെഗറ്റീവ് റിട്ടേൺ കണ്ടപ്പോഴാണ് നമ്മൾ വന്ന്. ശരിക്കും പറഞ്ഞാൽ അത് പുതിയതായതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ്. അല്ലാതെ ഇനി അടുത്ത വർഷം അതങ്ങനെ നെഗറ്റീവ് വരാൻ സാധ്യതയില്ല. മാർക്കറ്റ് ഉയരുകയാണെങ്കിൽ വരാൻ സാധ്യതയില്ല കേട്ടോ. ഓക്കെ. എന്ന് വെച്ചാൽ LIC മോശമാണോ? മോശമായിട്ടല്ല, അത് പുതിയതായത് വന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കല്ലാത്ത വേണമെങ്കിൽ ഈ ഒരു ഡേറ്റ, ഈ ഒരു എക്സലിൽ മറ്റ് കമ്പനികളുണ്ട്, അതൊന്ന് സ്റ്റഡി ചെയ്താൽ മതിയാകും കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് 50, UTയുടെ നെക്സ്റ്റ് 50 ആണ്. നെക്സ്റ്റ് 50 ഓൾറെഡി നമ്മൾ HDFCയുടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ UTയുടെ ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് 50 അല്ല, UTയുടെ നിഫ്റ്റി 50 ആണ്. എന്താണ് നിഫ്റ്റി 50? അതായത് നമ്മൾ നിഫ്റ്റി 50 എന്ന് പറയുന്ന നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിക്വിഡിറ്റി ഉള്ള പല വോളിയം ട്രേഡ് നടക്കുന്ന, അങ്ങനെ ഏറ്റവും നല്ല ഒരു 50 കമ്പനി, നമ്മുടെ റിലയൻസും HDFCയും ഒക്കെ ഉൾപ്പെടുന്ന, TCS ഒക്കെ ഉൾപ്പെടുന്ന 50 കമ്പനികളുടെ കൂട്ടായ്മയാണ് നിഫ്റ്റി 50. അപ്പോൾ ആ ETF ആണ്. അതിൽ UTയുടെ നിഫ്റ്റി 50 ആണ് പറഞ്ഞേക്കുന്നത്. നിപ്പോൺ ഇന്ത്യയുടെ ഉണ്ട്. അങ്ങനെയുള്ള ETFകളുണ്ട്. 273 രൂപയാണ് പ്രൈസ്. ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 3%. പക്ഷേ നിഫ്റ്റിയിൽ അത്ര റിട്ടേൺ ഇല്ല. നിഫ്റ്റിയുടെ റിട്ടേൺ ഒരു വർഷത്തെ 30 ആണ്. ഇവിടെ അത് 31%. പ്രൈസിൻ്റെ വ്യത്യാസം ആയിരിക്കും, അല്ലെ ട്രാക്കിംഗ് എറർ ആയിരിക്കും കേട്ടോ. 31% കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയുടെ റിട്ടേൺ 30 ആണ്. 30 കൂട്ടിയാലും മതി. ഇപ്പോൾ ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഇതിൽ 3% കാണിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 2% തോന്നുന്നു കേട്ടോ. 2 ഇപ്പോൾ ഒരു ശതമാനത്തിൻ്റെ ചെറിയൊരു ഇതുണ്ട്. CAGR 19%, 5 വർഷത്തെ CAGR 19% കാണിക്കുന്നുണ്ട്. 1 വീക്ക് റിട്ടേൺ 3% കാണിക്കുന്നുണ്ട്. എന്തോ അതിൽ കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട്. 6 മന്ത് 15% കാണിക്കുന്നുണ്ട്. 0.05 ആണ് എക്സ്പെൻസ് റേഷ്യോ. ലിക്വിഡിറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഈ നിഫ്റ്റി 50 ആണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ETF ഇതിൻ്റെ താഴെ ഉണ്ടാകും. നിങ്ങൾക്ക് വേറെ ETF വേണമെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ETF പറയുന്നില്ല. ഇതെല്ലാം വിവിധ തരം കാറ്റഗറിയിൽപ്പെട്ട ETF കേട്ടോ. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി 50 പെട്ട ഒരു ETF പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് 50 പെട്ട ഒരു ETF, മിഡ് ക്യാപ്പിൽ പെട്ട ഒരു ETF. എന്നാൽ ഈ 100 ക്വാളിറ്റി, 200 ആൽഫ, അപ്പോൾ അങ്ങനെയുള്ള ETFകൾ കൂടുതലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാറ്റഗറിയിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ETFകൾ. സ്മോൾ ക്യാപ്പിലുള്ള ഒരു ETF, ഒരു സിൽവർ, ഒരു ഗോൾഡ്, അതുപോലെ തന്നെ ഒരു IT, ഒരു ഫാർമ. അതായത് ഇതൊക്കെ ഓരോ കമ്പനികളുടെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കുക, കുഴപ്പമില്ലാത്തത് എന്ന് വെച്ച് മറ്റ് കമ്പനികൾ മോശമാണെന്നല്ല, നമുക്ക് ഒന്നേ പറയാൻ പറ്റുള്ളൂ എന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരു സെക്ടറിൽ കൊണ്ട് ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരേ സെക്ടറിലുള്ള പല ETF പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ആയിരിക്കും പറയുക, ആ സമയത്ത് പെർഫോം ചെയ്യുന്ന സാധനമായിരിക്കും പറയുക. എന്നാലും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിയേഴ്സ്, ഇതേ സെക്ടറിലുള്ള മറ്റ് ETF വലിയ രീതിയിൽ പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാകാറില്ല. ഏകദേശം സെയിം ആയിരിക്കും. ചിലപ്പോൾ വല്ല 1%-ൻ്റെയൊക്കെ വ്യത്യാസം വന്നേക്കാം. ട്രാക്കിംഗ് എററൊക്കെയാണ്, അങ്ങനെ വന്നേക്കാം. അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിലും ഒരുപാട് ഇൻഫോർമേഷൻസ് ഇതിൽ നമുക്ക് നിറയ്ക്കാനായിട്ട് പറ്റി. വളരെ വൃത്തിയായിട്ട് ഈ ഡേറ്റ പ്രിപ്പയർ ചെയ്യാനും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും പറ്റി. മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ഷീറ്റ്, അതായത് എക്സലാണ്, ഈ എക്സൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കയറി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഫർദർ സ്റ്റഡിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഇങ്ങനെ കിടക്കുകയാണ് ETF ഇഷ്ടം മാതിരി ഇങ്ങനെ താഴേക്കുണ്ട്
കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോന്നൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ കമൻറ്റിൽ ഇടുക. കുറച്ചെണ്ണം പെൻഡിങ് ഉണ്ട്, നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ 1-2 ദിവസമൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി കൂടി പോകുന്നത് കേട്ടോ. എന്തായാലും ഒരു 1-2 ദിവസത്തിനുള്ളിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇടാം. അപ്പോഴത്തേന് നമുക്ക് സ്റ്റോക്ക് വരും. സ്റ്റോക്കിൻ്റെ മിക്കവാറും ഇടേണ്ടി വരും ഉടനെ അല്ലേ, കാരണം വീക്കെൻഡ് ആകുമ്പോൾ സ്റ്റോക്കിൻ്റെ ഇടേണ്ടി വരും. സ്റ്റോക്ക് ഇടാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇരുന്നോളൂ, സുഖമായിട്ടിരുന്നോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.